എന്താണ് നമുക്ക് ലാലിന് ശേഷം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേച്ചറിലേക്ക് എത്തിപ്പെടേണ്ട ഒരു ആക്ടർ തന്നെയാണ്. ആ സിനിമ ചെയ്യുമ്പം എനിക്കറിയാം ഇയാൾ ഒരു പൊട്ടൻഷ്യലുള്ള ആക്ടറാണെന്നുള്ളത് മനസ്സിലായി. ഭാഗ്യം കൊണ്ട് എത്ര കാലം നിൽക്കാൻ പറ്റും. പക്ഷെ നിൽക്കുന്നവരും സർവൈവ് ചെയ്യുന്നവരും അവർ കഴിവുകൊണ്ട് തന്നെ നിൽക്കുന്നവരാണ്. ഏറ്റവും സ്ട്രെയിൻ ഇല്ലാതെ ആക്ട് ചെയ്യുന്നതാണ്. മഞ്ജു കൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു, അതുകൊണ്ട് ഇനി അഭിനയിക്കുന്നില്ല എന്നുള്ള കാര്യം സോറി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നിർബന്ധിച്ചു നെഞ്ചത്തില്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന്. തടിക്കട്ടിലിൽ കിടന്നാണ് എഴുതി കൊടുത്തത് കുറച്ച് ദിവസം. അതിന് കൃത്യമായൊരു മ്യൂസിക്കുണ്ട്. അതിനേറ്റവും എൻഹാൻസ് ചെയ്യുന്ന ഒരു മ്യൂസിക് കൂടെ വിദ്യാസാഗർ ചെയ്തതോടുകൂടി പിന്നെ അത് ഇനി അപ്പുറത്ത് വേറെ ആര് വന്നാലും കൈയടിച്ച് പോകുന്ന ഷോർട്ടായി പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ലോഹിയായിരുന്നു. ലോഹിയുടെ കൂടെ പിന്നെ ഞങ്ങൾ തുടർച്ചയായിട്ട് മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടാം പാർട്ട്, കാരണം ആദ്യ സിനിമയോട് 100% നീതി പുലർത്തുന്ന ഒരു രണ്ടാം പാർട്ട് വേറെ ഇല്ല എന്ന് ഒരുപാട് സിനിമാ പ്രേമികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചെങ്കോൽ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിട്ടുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെയല്ലായിരുന്നു മൺചിത്രത്താഴിലെ ഒരു പാട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പോയത്. അപ്പം അവിടുന്ന് പെട്ടെന്ന് എല്ലാം മാറുകയാണല്ലോ, എല്ലാ സിനിമയുടെ ജോണറാണെങ്കിലും എല്ലാം മാറി. അപ്പം ആ ഒരു മാറ്റം എങ്ങനെ പെട്ടെന്ന് ഉൾക്കൊണ്ടു? അതേപോലെ ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ എത്രമാത്രം ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഫുള്ളി ഇൻവേഴ്സ്ഡാണ്, ഇൻവോൾവാണ്. അത് കഴിയുമ്പോൾ നമ്മളതങ്ങ് വിടും. കാരണം അങ്ങനെ കൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ നമുക്ക് വേറെ ഒന്നും ഒരു നോർമൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ചെങ്കോലിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്ക് ലാലും ചെങ്കോൽ കഴിഞ്ഞിട്ടാണ് അതിലേക്ക് അഭിനയിക്കാൻ പോയത്. അതിൻ്റെ ഒരു ഷെഡ്യൂൾ മറ്റോ ആദ്യം ചെയ്തു. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനമാണ് ചെല്ലുന്നത്. അതിന് മുമ്പ് സിദ്ദിഖും ലാലും പ്രിയദർശനും ഒക്കെ പോയി അവരുടെ അവർക്ക് കൊടുത്ത പോർഷൻസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ഞാനും കൂടെ ആ കൂട്ടത്തിൽ വേണമെന്നുള്ളൊരു ഫാസിലെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരുപാട് സീനുകളൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം അപ്പോഴത്തേക്ക് അവർ ഓൾമോസ്റ്റ് കഴിഞ്ഞ് എനിക്കായിട്ട് കുറച്ച് പോർഷൻ, ഈ പഴന്തമിഴ് പാട്ടിൻ്റെ കുറച്ച് പോർഷൻ, എല്ലാം ഒന്നുമല്ല, അത് പലരും ആയിട്ട് ചെയ്തതാണ്. ഞാനായിട്ട് ചെയ്തതിൻ്റെ ചെറിയൊരു പോർഷനാണ്. പിന്നെ ഈ മോഹൻലാലും സുധീഷും കൂടെ ഇവരുടെ പാസ്റ്റ് അന്വേഷിച്ച് പോകുന്നൊരു സൈക്കിൾ ട്രാവൽ, അങ്ങനത്തെ കുറച്ച് സീക്വൻസേ ഞാൻ ചെയ്തുള്ളൂ. ഒരു 3 ദിവസം മറ്റേ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ ഇൻവോൾവായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വേറൊരു ഓൾറെഡി ഞാൻ ആ സ്ക്രിപ്റ്റ് നേരത്തെ വായിച്ചതാണ്. എനിക്ക് ചെയ്യുന്നത് വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസൊന്നുമില്ല. അതുകൊണ്ട് മെൻ്റലി ഞാൻ അങ്ങനെ ഇല്ലാത്തൊരു ഇൻവോൾവ്മെൻറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ അല്ലാതെ ഞാൻ ഒരേ സമയത്ത് 2 ലെവലിൽ നിൽക്കുന്ന സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സാന്ത്വനവും സതയും എന്ന് പറയുന്ന 2 സിനിമകൾ ഞാൻ ബാക്ക് ടു ബാക്ക് അല്ല ചെയ്ത, ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് സാന്ത്വനത്തിൻ്റെ ഒരു ഷെഡ്യൂൾ തീർന്ന് കഴിഞ്ഞിട്ട് ഞാൻ സതയത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്തു. അതിനുശേഷം കാലിക്കറ്റുള്ള സതയത്തിൻ്റെ ഷെഡ്യൂൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാന്ത്വനം എന്ന് പറയുന്ന പടം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെയും പോയി സതയത്തിൻ്റെ കണ്ണൂർ ജയിൽ പോർഷൻ ചെയ്തു. അപ്പോൾ അത് 2 ലെവലിൽ നിൽക്കുന്ന സിനിമകൾ, 2 ഏരിയയിലാണ് അത്. പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ അതിന് മുമ്പ് 2ഉം കയറിക്കഴിഞ്ഞു നമ്മളാ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മാത്രം സഞ്ചരിക്കാൻ മറ്റേതിൻ്റെ ഒരു ഭാരം കൊണ്ടു നടക്കാറില്ല. ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇത് പറഞ്ഞല്ലോ, ഉസ്താദ് എന്നുള്ള സിനിമ അതിൻ്റെ ചിത്രീകരണം ഒന്ന് ആരംഭിക്കാൻ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ പ്രൊഡ്യൂസർ ഇടയ്ക്ക് വെച്ച് മാറുന്നു. ആദ്യം ഈ അനിയത്തിയുടെ ക്യാരക്ടർ ചെയ്യാൻ മറ്റൊരു താരത്തെയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പം ആ സിനിമ ഉസ്താദ് എന്നുള്ള സിനിമ ചിത്രീകരിക്കാൻ പറ്റുമോ, അത് മുടങ്ങിപ്പോവോ എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നോ ഇത്രയും തടസ്സങ്ങൾ വന്ന് നിൽക്കുന്നപ്പോൾ? ഇല്ല, ഉസ്താദ് എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് വേറൊരു പ്രോജക്റ്റായിരുന്നു, വേറൊരു കഥയും വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട്. രഞ്ജിത്ത് ഞാനും കൂടെ, രഞ്ജിത്ത് എഴുതി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്തത്. അതിനൊരു കഥയുണ്ടായിരുന്നു. ആ കഥ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലെ ലാലൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു, ആ പ്രൊഡ്യൂസർ എന്നെ വന്ന് കണ്ടു, അയാൾ ആവശ്യപ്പെടുന്നത് എന്നെ മാറ്റണമെന്നാണ്. അപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു, ഞാൻ സിബിക്കാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞു. ലാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞു, സിബിക്ക് വേറെ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, അയാൾക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.
അയാൾ എന്തുകൊണ്ടാണ് എന്നെ മാറ്റണമെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിനുള്ള റീസൺ അല്ല. കാരണം അതിന് മുമ്പൊക്കെ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ സമ്മറിൻ ബദലൊക്കെ ചെയ്ത് നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ എന്തോ എനിക്കറിയില്ല, അയാൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. നമ്മളൊരു ഫെയിലിയറായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മളെ മാറ്റണമെന്ന് പറയുന്നതിനകത്തൊരു ലോജിക്കുണ്ട്. അതും എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ അയാൾ പറഞ്ഞു എന്നുള്ളത്. എനിവേ ലാൽ അങ്ങനെ പറയുകയും ഇങ്ങനെ എന്താണ് എനിക്ക് ഡിസിഷൻ എടുക്കാം വേറൊരു പ്രൊഡ്യൂസറുടെ കാര്യത്തിൽ നിന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ലാൽ പറയുന്നത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു മണിക്കൂർ തരുമോ എന്ന് പറയും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു രഞ്ജിത്ത് ആരെങ്കിലും പ്രൊഡ്യൂസർമാരെ കോൺടാക്ട് ചെയ്യായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു നാക്കൊന്നുമില്ല ആൾക്കാരെ പ്രൊഡ്യൂസർമാരെ പോയി കണ്ട് സംസാരിക്കുക. ഞാൻ വെച്ചാൽ രഞ്ജിത്ത് ഏതെങ്കിലും പരിചയമുള്ള പ്രൊഡ്യൂസർമാരെ ഇതിനകത്തൊട്ട് കൊണ്ടുവരാനായിരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ് ഞാനും ഷാജിയും കൂടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരു കുഴപ്പമില്ല, അവിടെ രഞ്ജിത്ത് എഴുത്തുകാരനും കൂടെ ആകുമ്പോൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഷാജിക്ക് എല്ലാ സാറും കൂടെ പൊടിയും. അപ്പോഴത്തേക്കും ആ പഴയ കഥ മാറ്റിയിട്ട് ഒരു പുതിയ കഥയിലേക്ക് അപ്പോൾ ചിന്ത വന്ന് അങ്ങനെയാണ് ഉസ്താദിൻ്റെ കഥയിലെത്തുന്നത്. ഉസ്താദിൻ്റെ അവസാന പോർഷൻസൊക്കെ ദുബായിലാണ് ഷൂട്ട് ചെയ്തത്. അതാദ്യം ഷൂട്ട് ചെയ്യേണ്ടി വന്നു. കാരണം അന്ന് ലാൽ ദുബായിൽ അയാൾ കഥ എഴുതിയാണ് പടത്തിൻ്റെ ഷൂട്ടുമായിട്ട് ദുബായിലുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ബാക്കി എക്യുപ്മെൻറ്റ്സും ക്യാമറ എല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾ 2-3 പേര് മാത്രം അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ അവിടെ പോയി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുബായിലൊരു സ്ട്രീറ്റിൽ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കല്യാണ വാർത്ത അറിയുന്നത്. മഞ്ജു ആയിരുന്നു ചെയ്യേണ്ടത്. അപ്പം മഞ്ജുവിൻ്റെ വിവാഹ വാർത്ത അറിയുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല അവർ അഭിനയം തുടരുമായിരിക്കും. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ 2 പേരും കൂടെ എന്നെ വിളിച്ച്, ദിലീപും മഞ്ജുവും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു, അതുകൊണ്ട് ഇനി അഭിനയിക്കുന്നില്ല എന്നുള്ള കാര്യം സോറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു വേറെ ആക്ടറിലേക്ക് എത്തിയതാണ് ദിവ്യ ഉണ്ണിയിലേക്ക് എത്തുന്നത്. പക്ഷേ അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ചില കാര്യങ്ങൾ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ. പ്രോജക്റ്റിനകത്ത് ബുദ്ധിമുട്ടില്ല. പിന്നെ അത് ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ജോണറുള്ള സിനിമയാണ്. കാരണം ഇങ്ങനത്തെ ഒരു മാസ് ആക്ഷൻ ഓഗസ്റ്റ് എന്നൊക്കെ ചെയ്തെങ്കിലും അത് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാണ്. ഇത്തരത്തിലുള്ള മാസ് ഒരു ഹീറോ ഉള്ള അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കതൊക്കെ ഇഷ്ടമാണ്. കാരണം എല്ലാ ജോണറിലും സിനിമ ചെയ്യാൻ കഴിയണം. നമ്മൾ ഒരു ഫിലിം മേക്കറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ സിനിമകൾ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ചെയ്യുന്നതെല്ലാം ചെയ്യും. ഇതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനെ ഒരു ചലഞ്ചായിട്ട് എടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആസ്വദിച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം സമ്മറിൻ ബദലയമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു ഒരു ഹിറ്റ് ആയി മാറിയത്. അപ്പം ഈ സമ്മറിൻ ബദലയമിൽ ആദ്യം നിരഞ്ജൻ്റെ വേഷം ചെയ്യാൻ കമൽ സാറിനെ അതേപോലെ തന്നെ രജനീകാന്തിനെയൊക്കെ ആയിരുന്നു ഒരു മൈൻഡിലുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അവിടേക്ക് ലാൽ സാർ വരുന്നത്. പക്ഷേ അത് മലയാള സിനിമയിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് പ്രതീക്ഷിച്ചിരുന്നു, ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. ഇന്നും ഇതുപോലൊരു ഗസ്റ്റ് റോൾ ഇത്രയും ഇമ്പാക്റ്റ് തന്ന വേറൊരു ഗസ്റ്റ് റോൾ ഇല്ല. അപ്പം ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ആ ഒരു തീരുമാനം എത്രമാത്രം ശരിയായിരുന്നു എന്നാണ് പിന്നെ തോന്നിയത്? ഇല്ല, ആ തീരുമാനത്തെക്കുറിച്ച് സംശയമില്ല. ആദ്യം ഇതൊന്നാമത് അന്ന് തമിഴിൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമയാണ് അത്. അപ്പോൾ ആ സമയത്ത് തമിഴിൽ റൈറ്ററായി വെച്ചിരുന്നത്. മലയാളത്തിലേക്ക് എത്തിയപ്പോൾ രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളത് രഞ്ജിത്തിൻ്റെ സ്റ്റോറിയായിരുന്നു. രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളൊരു നിർബന്ധം നിർമ്മാതാവിനും എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ രഞ്ജിത്താണെങ്കിൽ അതിന് മാനസികമായിട്ട് ആ സമയത്ത് പ്രിപ്പയർഡായി. പെട്ടെന്നാണ് ഇങ്ങനൊരു ഷിഫ്റ്റ് ഉണ്ടായത്. തമിഴിൽ നിന്നും മലയാളം നിന്ന് 2 ആഴ്ച ഇടയിലുണ്ടായ ഷിഫ്റ്റാണ്. ആ സമയത്ത് രഞ്ജിത്തിൻ്റെ ശാരീരികമായിട്ടും ചില ബാക്ക് പെയിനൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റാതൊക്കെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിർബന്ധിച്ചു രഞ്ജിത്തില്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റിൻ്റെ ആ കഥയുടെ പൂർണ്ണമായിട്ടും മനസ്സിലുള്ള ആൾ രഞ്ജിത്താണ്. അങ്ങനെ രഞ്ജിത്തിനെ അവിടെ ഊട്ടിയിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ തടിക്കട്ടിലിൽ കിടന്നാണ് എഴുതിക്കൊണ്ടിരുന്നത് കുറച്ച് ദിവസം, കുറേ ദിവസം. കാരണം ട്രാവൽ ചെയ്ത അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിടക്കാൻ മാട്രസൊന്നും ഇല്ല, കിടക്കേണ്ടി വന്നു. അല്ല അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റ് അതിൻ്റെ ഒപ്പം എഴുതി പോവുകയായിരുന്നു, ഷൂട്ടിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ആദ്യം ഞാൻ പാട്ടൊക്കെ എടുത്തത്, മാരിവില്ലിൻ ഗോപുരങ്ങൾ പാട്ടൊക്കെ എടുത്തത്. കാരണം കഥയിലും ആ വീടൊന്ന് അവർ ഫേർണിഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ ഗസ്റ്റുകൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ചെറിയ 1-2 സീനുകളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് സ്പേസ് കിട്ടി, സ്ക്രിപ്റ്റ് എഴുതി വരാനുള്ള ടൈം കിട്ടി. പിന്നെ എഴുതി വന്ന ഒരു ഘട്ടത്തിലാണ് രഞ്ജിത്ത് പറയുന്നത്, ഒരു 10-15 ദിവസം കഴിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഒരു കഥാപാത്രം കയറി വരുന്നുണ്ട്, അത് നമുക്ക് ആരെങ്കിലും ഒരാളെ വേണം. അപ്പോൾ അതങ്ങനെ അതിനുള്ള ആര് വേണം? അപ്പോൾ ഇവരുടെ 2 പേരെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു ഇമേജ്, സ്റ്റാർ ഇമേജ് ഉള്ള ഒരാൾ വേണം. അല്ലെങ്കിൽ ഓഡിയൻസിനെ നമ്മൾ ഒരു പ്രേക്ഷകരിലേക്കല്ലേ നമ്മൾ എത്തുന്നത്.
അപ്പോൾ ഇവരെക്കാളും മോളിൽ ഈ കഥാനായിക ഇഷ്ടപ്പെടുന്ന കല്യാണം കഴിക്കാൻ പ്രണയിക്കുന്ന ഒരാൾ വേണ്ടാവുക. അത് ഇവരെക്കാളും ഇവരുടെയൊക്കെ സ്റ്റാച്ചറിൽ താഴെ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ആലോചനകളാണ് കമലഹാസൻ തൊട്ടൊക്കെ ആലോചന. അതൊക്കെ നമ്മുടെ ഇന്നർ സർക്കിളിലുള്ള തോട്ട്സോ പലരും പറയുന്ന സജഷൻസാണ്. അതൊക്കെ കൺസിഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലാലിൻ്റെ കാര്യവും വരുന്നത്. എന്തുകൊണ്ട് പെട്ടെന്ന് ലാൽ ചിന്തയിലേക്ക് വന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചു. കാരണം പക്ഷേ ലാലെന്ന് പറയുന്നവരോട് എല്ലാവരും ഒരേപോലെ അതിനകത്ത് പിന്നെ കൺഫ്യൂഷനില്ല. പിന്നെ ലാലിനെ പോയി കണ്ടു. ലാൽ അന്നൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു ബാംഗ്ലൂരിൽ, ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി കണ്ടു. അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. അതും ഒരു അഡ്വാൻറ്റേജ്, കാരണം അദ്ദേഹം അവിടുന്ന് ആ സമയത്ത് താടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ താടി കളയണ്ട, അതുമായിട്ട് തന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് മെലിഞ്ഞ് നല്ല ഒരു കുറച്ചും കൂടെ ഒരു ഒരു സ്വാത്വികമായ ഒരു ലുക്കൊക്കെ ഉള്ളൊരു മനുഷ്യനായിട്ടാണ് വരുന്നത്. പക്ഷേ ആ ഇമ്പാക്റ്റ് നമുക്കറിയാമായിരുന്നു. നമ്മളത് പുറത്ത് വിടാതെ ആണല്ലോ. ഫസ്റ്റ് ഷോ വരെയും ഓഡിയൻസിന് അറിയില്ലല്ലോ ഇത് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ഗംഭീരമാകുമെന്നറിയാം. നമ്മുടെ ആ പടത്തിൻ്റെ നിർമ്മാതാവിൻ്റെ തിയേറ്ററിൽ തന്നെയാണ്, മൈമൂണിലാണ് പടം റിലീസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ റിലീസ് ഡേയിൽ തിയേറ്ററിൽ പോകാറില്ല. അപ്പോൾ ഞാൻ ചെന്നൈയിൽ എൻ്റെ വീട്ടിലാണ്. ആദ്യത്തെ നൂൺ ഷോ കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു, പറഞ്ഞു ഗംഭീരമായ ഇയാൾ വരുന്നതോടുകൂടി തിയേറ്റർ പൊളിഞ്ഞു പോകുമെന്ന് എനിക്ക് പേടിപ്പിക്കുക, അത്ര ആൾക്കാർ അങ്ങോട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതിന് ഒരുപാട് ഒരു ഫാക്ടേഴ്സ് എൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയത്, ഒന്ന് അയാളുടെ എൻട്രി വെച്ചേക്കുന്നൊരു ഷോട്ടുണ്ട്. അതൊരു ഈ ഗ്രില്ലിൻ്റെ ഒരു ഫോക്കസിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ വരുന്നതാണ്. അതിന് കൃത്യമായൊരു മ്യൂസിക്കുണ്ട്. അതിനേറ്റവും എൻഹാൻസ് ചെയ്യുന്ന ഒരു മ്യൂസിക് കൂടെ വിദ്യാസാഗർ ചെയ്തതോടുകൂടി പിന്നെ അത് ഇനി അപ്പുറത്ത് വേറെ ആര് വന്നാലും കൈയടിച്ച് പോകുന്ന ഷോട്ടായിപ്പോയി. അത് ഷോട്ടും മ്യൂസിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇയാളും കൂടെ ഇദ്ദേഹമാണ് കടന്നു വരുന്നത്. അത് ഇങ്ങനത്തെ ഒരു ലുക്കിൽ കയറി വരുമ്പോഴത്തേക്ക് അതിൽ തീർച്ചയായിട്ടും അത് ഗൂസ് ബംസ് ഉണ്ടാക്കും എന്നുള്ള ഉറപ്പല്ലേ. ഞാൻ പിന്നെ ചോദിക്കാൻ വന്നൊരു കാര്യം തന്നെയാണ്, സാറിന് ഒരുപാട് കോംബോ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം വിദ്യാസാഗറുമായിട്ടുള്ള സാറിൻ്റെ ഒരു കോംബോ അത് വളരെ മനോഹരമാണ്. ഇപ്പം നമ്മുടെ ദേവദൂതനിലാണെങ്കിലും സാറിൻ്റെ മറ്റ് സിനിമകളിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു പാട്ട്, ഈ പാട്ട് വേണ്ട, നമുക്ക് ഈ പാട്ട് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സാറ് വിദ്യാസാഗറിനടുത്ത് ചില പാട്ടുകളൊക്കെ മാറ്റിച്ചിട്ടുണ്ട്. പൊതുവേ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ട്യൂൺ തന്നെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ചിലതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ വളരെ വളരെ റെയറായിട്ട് അങ്ങനെ വേണ്ടി വന്നിട്ടുള്ളൂ. ഒരു പാട്ട് പൂർണ്ണമായിട്ടും രണ്ട് പാട്ടുകൾ അങ്ങനെ മാറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പ്രണയവർണ്ണങ്ങളിൽ ആദ്യത്തെ ഒരു പാട്ടുണ്ടായത്, ഇപ്പോൾ ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തു വന്ന പാട്ട് ഞാൻ കമ്പോസ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അത് റെക്കോർഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഷൂട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്ത് വന്ന് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചൊരു ഇമ്പാക്റ്റ് ഇത് വരുന്നില്ല, ഒന്നുകൂടെ മാറ്റി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൊക്കേഷൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ വിദ്യാസാഗറിൻ്റെ അടുത്തേക്ക് ഗിരീഷ് പുത്തഞ്ചേരി ചെന്നൈയിലേക്ക് വിട്ടു. അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് അവരൊരു ട്യൂൺ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് അന്ന് മൊബൈൽ ഫോൺസൊക്കെ വന്ന സമയമാണ്, 97ഒക്കെയാണ്. എല്ലാവരുടെയും മൊബൈൽ ഫോണില്ല, എനിക്ക് മൊബൈൽ ഫോണില്ല. നമ്മുടെ ലൊക്കേഷനിൽ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന രഞ്ജിത്തിൻ്റെ കയ്യിലാണ്, ഇപ്പോഴത്തെ പ്രൊഡ്യൂസറായ രഞ്ജിത്തിൻ്റെ കയ്യിലാണ് മൊബൈൽ ഫോണുള്ളത്. അപ്പോൾ ഞാൻ പൊന്മുടിയിലൊരു മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് വിദ്യാസാഗറിൻ്റെ ഫോൺ വന്നെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ട് തരികയാണ്. അപ്പോൾ വിദ്യാസാഗർ ഈ ഫോണിൽ കൂടെ, അവിടെ റേഞ്ച് കുറവാണ്, നമ്മൾ റേഞ്ച് തപ്പിപ്പിടിച്ചാണ് ഈ കമ്പോസ് ചെയ്ത് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്ത് അത് സംഭവിച്ചു പുത്തഞ്ചേരി പറഞ്ഞു, നമുക്ക് മാപ്പിളപ്പാട്ടിൻ്റെ എനിക്ക് കുറച്ച് പെപ്പിയായിട്ടുള്ളൊരു സോങ് വേണം, എന്നാൽ അതിനൊരു ഒതൻറ്റിസിറ്റി ഒരു നമ്മുടെ എവിടെയെങ്കിലും ഒരു വെറുതെ അങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന പാട്ടാകാനും പാടില്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഋതം ആ ഒരു സാധനം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റാക്കിയത്. സാധാരണ മാപ്പിളപ്പാട്ട് അത്ര ഫാസ്റ്റ് അല്ലല്ലോ, അതിനെ ഒന്ന് ടെമ്പോ കൂട്ടി ചെയ്താൽ നോക്കാം. അതാണ് അതിൻ്റെ ബേസ്. അങ്ങനെ ഉണ്ടായതാണ്. അതാണ് പിന്നെ ഒത്തിരി വന്നത്. നമ്മൾ പാടി കേൾക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഫ്ലേവർ കിടക്കുന്നത് കാണാം, ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഫ്ലേവർ കിടക്കുന്നത് മനസ്സിലാവും. അതൊരു പാട്ട് അങ്ങനെ മാറ്റി ചെയ്യിപ്പിച്ചാണ്. രണ്ടാമതൊരെണ്ണം ചെയ്തത് ഈ ഒന്ന് പെട്ടെന്നുണ്ടായൊരു ട്യൂണാണ്, ലൊക്കേഷനിൽ വെച്ച് ഇതേപോലെ എഴുതി വന്നപ്പോൾ ഉണ്ടായതാണ്. സമ്മറിൽ ബദേമിലെ ശിവശംഭോ എന്ന് പറയുന്ന പാട്ട്, കൺഫ്യൂഷൻ തീർക്കണേ പാട്ട്.
അത് എഴുതി വന്നപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്ന് അത് നമ്മൾ കൂടെ ഇരുന്നില്ല. അവിടെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി ഇതുപോലെ അവിടെ പോയി ചെയ്ത് നമ്മളെ ഫോണിൽ കൂടെ കേൾപ്പിക്കായിരുന്നു. പിന്നെ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്നൊരു കോറസ് ലാസ്റ്റ് വരുന്ന പാട്ടുണ്ട്. അതും നമ്മളില്ലാതെ, നമ്മളെ പ്രസൻസ് ഇല്ലാതെ ചെയ്ത് നമ്മളെ കേൾപ്പിക്കുകയും അങ്ങനെ തീരുമാനിക്കുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം അദ്ദേഹം ചെയ്യുന്നതെല്ലാം നമ്മൾ കൃത്യമായിട്ടും നമുക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ഈ പൂവേ പൂവേ എന്ന് പറയുന്ന പാട്ട് ഞാൻ സമ്മർ ഇൻ ബത്ലഹേം തമിഴിൽ ചെയ്യാനായിട്ട് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ചെയ്തതാണ്. അതിനു വേണ്ടി ചെയ്ത പാട്ടാണ് പൂവേ പൂവേ. ആ സിനിമയുടെ പേര് നൻപ എന്നായിരുന്നു. നൻപ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാണ്. രണ്ട് ഫ്രണ്ട്സിൻ്റെ കഥയാണല്ലോ. ആ തമിഴ് പേര് നൻപ എന്നായിരുന്നു. അപ്പോൾ ആ പാട്ട് തുടങ്ങുന്നു നൻപ. ഈ പൂവേ പൂവയ്ക്ക് പോലെ നൻപ എന്നുള്ള വാക്കുകളായിരുന്നു. അത് വൈരമുത്ത് എഴുതിയതാണ്. അത് പിന്നെ ഇതിലേക്ക് എടുക്കാമെന്ന് ഞാൻ തന്നെയാണ് നിർദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഞാൻ തമിഴിലേക്ക് വേണ്ടി ചെയ്ത വേറൊരു പാട്ട്, അത് സമ്മറിന് വേണ്ടി തന്നെ തമിഴ് സമ്മറിന് വേണ്ടി ചെയ്ത പാട്ടാണ്. അത് മഴയ്ക്കാറ്റ് ബന്ധു തമിഴ് പേസുമാന്നും പറഞ്ഞിട്ട്, അതും വൈരമുത്ത് എഴുതിയ വിദ്യാസാഗർ. അതാണ് പിന്നീട് മലയാളത്തിലേക്ക് ആ പാട്ട് തന്നെ ഉപയോഗിച്ചു സമ്മറിൽ, ഒരു രാത്രി കൂടി. ഒരുപാട് ഡൗട്ടുള്ളതാണ് ഈ സമ്മർ ഇൻ ബത്ലഹേം വീണ്ടും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പം എന്താണ് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ? സാറിന് എന്താണ് പറയാനുള്ളത്? സെക്കൻഡ് പാർട്ട് ചെയ്യാനും മാത്രമുള്ളൊരു ഒരു തുടർച്ച ആ സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. കാരണം അതിനകത്ത് അവിടെ അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ കഥാപാത്രങ്ങൾ എവിടെ എങ്ങനെയൊന്നും അന്വേഷിക്കാനും മാത്രമുള്ളൊരു ഇൻറ്റൻസിറ്റി ആ കഥയ്ക്കില്ല. അതവിടെ അവസാനിച്ചു. പിന്നെ പലരും അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ സാധ്യത കുറവാണ്. പിന്നെ അത് ചെയ്യേണ്ടത് ഈ ഒരു പുതിയ ജനറേഷൻ, അന്നുണ്ടായിരുന്ന കുട്ടികളൊക്കെ. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു കഥ ഉണ്ടാകാതെ ചെയ്തിട്ട് കാര്യമില്ല. ഒരു തുടർച്ചയായിരിക്കത്തില്ല, പക്ഷേ ആ ഫീൽഡിലുള്ള ഒരു സിനിമ ഉണ്ടാകണം. പക്ഷേ അതിന് അത്രമാത്രം രസകരമായ അതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു കഥ ഉണ്ടാകണം. അതില്ലെങ്കിൽ ആ കമ്പാരിസൺ വരുമ്പോൾ ചിലപ്പം അത് സെറ്റ് ബാക്ക് ആവും. ഇതുപോലെ വീണ്ടും സാറിൻ്റെ ഒരു കോംബോ വെച്ച് നോക്കുകയാണെങ്കിൽ ലോഹിതദാസും സാറും തമ്മിലുള്ള ഒരു കോംബോ, അതിന് ശേഷം മലയാള സിനിമയിൽ വന്ന ആ സിനിമകളൊക്കെ വളരെ മനോഹരമായിരുന്നു. അപ്പം ലോഹിത് സാറിനെ കുറിച്ചുള്ള ഒരു അനുഭവവും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജവും അതൊക്കെ എങ്ങനെയായിരുന്നു? ലോഹിയുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് എന്നെ ഒരു എന്താണ് ഞാൻ പറഞ്ഞത്, തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. തനിയാവർത്തനം ചെയ്യുന്നതോടുകൂടിയാണ് ഞാൻ എൻ്റെ കരിയറിൻ്റെ ദിശ തീരുമാനിക്കപ്പെടുന്നത്. ഞാൻ ഏത് തരത്തിലുള്ള സിനിമ ചെയ്യാൻ പ്രാപ്തനാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ലോഹിയായിരുന്നു. ലോഹിയുടെ കൂടെ പിന്നെ ഞങ്ങൾ തുടർച്ചയായിട്ട് ലോഹി മറ്റൊരാൾക്ക് വേണ്ടി സിനിമ ചെയ്തതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ 4-5 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. അതിൽ എല്ലാം വ്യത്യസ്തമായ സിനിമകൾ, എല്ലാം സക്സസ് ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എഴുതാപ്പുറങ്ങൾ ചെയ്തു, വിചാരണ ചെയ്തു, മുദ്ര ചെയ്തു. പിന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ഞങ്ങൾക്ക് വരുന്നത് കിരീടമാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത 5ാമത്തെ സിനിമയാണത്. അപ്പം പിന്നെ തുടർച്ചയായിട്ട് വീണ്ടും നമ്മളൊരു വളരെ കൊമേഴ്ഷ്യൽ സക്സസ്സും കൂടെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾക്ക് അങ്ങനെയും ഒരു ഭാഗ്യമുണ്ടായി. കിരീടവും ദശരഥവും അബ്ദുള്ളയും ഭരതവും കമലദളവും തുടങ്ങി അങ്ങനെ ഒരു ലൈൻ ഓഫ് സക്സസ് ഉണ്ടായി. കൊമേഴ്ഷ്യൽ സക്സസ് മാത്രമല്ല, അല്ലാതെ രീതിയിലും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പം പുതിയ തലമുറയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു താരങ്ങളുടെ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ, ആസിഫ് അലിയെ തന്നെ നമുക്കൊന്ന് എടുക്കാം. സാറിൻ്റെ അപൂർവ രാഗങ്ങൾ എന്നുള്ള സിനിമയിലൂടെയുള്ള ഒരു ആസിഫ് അലിയും പിന്നീട് സാറിൻ്റെ കൊത്തിലേക്ക് വന്നെത്തുന്ന ഒരു ആസിഫ് അലിയും, ഈ ആസിഫ് അലിയിലെ ഒരു നടനിലുള്ള ഒരു മാറ്റം അത് ചിലപ്പോൾ സാറിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം അപൂർവരാഗത്തിലുള്ള ഒരു ആസിഫ് അലി ആയിരിക്കില്ല വളർന്ന് ഈ കൊത്തിലേക്ക് എത്തിയത്. അപ്പം ആ ഒരു ആസിഫ് അലിയുടെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ആസിഫ് അപൂർവരാഗം എന്ന് പറയുന്നത് ആസിഫിൻ്റെ 2ാമത്തെ സിനിമയാണ്. അതിന് മുമ്പ് ഋതു എന്ന് പറയുന്നത്. അപ്പോൾ ഋതു കണ്ടപ്പോഴാണ് ഞാൻ ആസിഫിനെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ സിനിമ ചെയ്യുമ്പം എനിക്കറിയാം ഇയാൾ ഒരു പൊട്ടൻഷ്യലുള്ള ആക്ടറാണെന്നുള്ളത് മനസ്സിലായി. ആ കൂട്ടത്തിൽ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ആക്ടർ ഇയാൾ തന്നെയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ 1-2 സിനിമകൾ കൂടി ഞാനത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനൊക്കെ പറ്റിയ കഥകൾ, അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളല്ല, അദ്ദേഹത്തിൻ്റെ പ്രായത്തിനും രൂപത്തിനൊക്കെ പറ്റുന്ന കഥകൾ വന്നപ്പോൾ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഞാൻ 2010 അപൂർവരാഗം ചെയ്യുന്നത്. 2020 ഞാൻ കൊത്ത് ചെയ്യുന്നത്. ആ ഒരു 10 വർഷം കൊണ്ട് ആസിഫ് എന്ന ആക്ടറുടെ ഒരു ഗ്രോത്ത് ഭയങ്കരമാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അയാൾ ഒരു ആക്ടർ എന്ന നിലയിൽ അയാളൊരു ഇവോൾവ്മെൻ്റ് ഉണ്ട്. അയാൾ ഇവോൾവ് ചെയ്ത് വന്ന
ഒരു 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 എന്താണ് ആ ഒരു പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒന്നും അയാൾ ചെയ്തിട്ടില്ല. പക്ഷേ അയാളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് അയാൾക്ക് അധികം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് അയാൾ ചെയ്ത കെട്ടിയോളെണ്ണ മാലാഖ എന്നൊക്കെ പറയുന്ന സിനിമയാണ് അയാളുടെ ഒരു ആക്ടറെ കുറച്ചും കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അല്ലാതെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അയാളുടെ ഈ ഗ്രോത്തിനെ വളരെ സൂക്ഷ്മമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അയാളുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ട് ഒരു കൊത്തിലെ പെർഫോമൻസും വിലയിരുത്തപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ മറ്റ് ഇപ്പോഴത്തെ താരങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു ഫേവറേറ്റ് ആരൊക്കെയായിരിക്കും? എല്ലാവരും അവരവരുടെ റിയൽ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെറുതെ ഒരു എന്താണ് ഭാഗ്യം കൊണ്ട് എത്ര കാലം നിൽക്കാൻ പറ്റും. പക്ഷെ നിൽക്കുന്നവരും സർവൈവ് ചെയ്യുന്നവരും അവർ കഴിവുകൊണ്ട് തന്നെ നിൽക്കുന്നവരാണ്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അത്രയും വെർസറ്റാലിറ്റി ഉള്ള ഒരു ആക്ടേഴ്സ് നമുക്കിപ്പോൾ ഇല്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ആ തലമുറയിൽ പലരും ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കറിയില്ല ഇത് ഫ്യൂച്ചറിൽ അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വരാം. കാരണം ചിലർക്കൊക്കെ ഡിസിഷൻ എടുക്കുന്നതിൽ വന്ന പാളിച്ചകൾ കൊണ്ടൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അടുത്ത കാലത്തൊക്കെ കാണുന്ന പോലെയല്ല. എങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റായിട്ട് നമ്മളെ എന്താണ് അമ്പരപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്ന ആൾ ഫഹദ് തന്നെയാണ്. ഈ ഫഹദിൻ്റെ പല അല്ലെങ്കിൽ ലാൽ സാറിൻ്റെ കൂടെ ഒന്ന് താരതമ്യപ്പെടുത്താറുണ്ട്. ഇപ്പം മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ക്യാരക്ടറിന് ലാൽ സാർ കൊടുക്കുന്ന ഒരു ജീവനുണ്ട്. അതുപോലെയാണ് ഫഹദും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ഒരു ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ ഫഹദിലെ ആ ഒരു അത്തരം കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? അത് അങ്ങനെ ഇപ്പം ആദ്യമായിട്ട് നമ്മളത് ശ്രദ്ധിക്കുന്നത് എന്താണ് കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. ഒരു എക്സെൻട്രിക്സിറ്റി വന്നത്. പിന്നെ ഇപ്പം ആവേശം വരെയുമ്പോൾ അയാളെ അങ്ങനെ ഒരു ലെവലാണ്. ഇയാൾ ഫഹദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ ആക്ട് ചെയ്യുന്ന ആളാണ്. വളരെ ഈസി ആയിട്ടാണ്. ലാലിനും ഉണ്ട് ആ ക്വാളിറ്റി. വളരെ നമുക്ക് തോന്നുന്നില്ല ഇയാൾ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് അഭിനയിക്കാൻ തോന്നുന്നില്ല. വളരെ എന്താണ് ലൈറ്ററായിട്ട് അയാളെ ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവർ ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പം ആ ഒരു എന്താണ് നമുക്ക് ലാലിന് ശേഷം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേച്ചറിലേക്ക് എത്തിപ്പെടേണ്ട ഒരു ആക്ടർ തന്നെയാണ് ഫഹദ്. ഇനി അവസാനമായിട്ട് കുറച്ച് ചോദ്യങ്ങളും കൂടി ചോദിക്കുകയാണ്. റീ റിലീസിന് ഇനിയും ഏതെങ്കിലും സിനിമകൾ ഒരുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്, ഇനിയും റീ റിലീസുകൾ ചിലപ്പോൾ ഉണ്ടാകാമെന്ന്. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? ഇതൊരു നമ്മുടെ സിനിമയിലെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു കാലത്ത് OTTയിൽ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ OTTക്കാർ സിനിമ എടുക്കും, അതുകൊണ്ട് സിനിമ എടുക്കാമെന്ന് പറഞ്ഞ് കുറേ പേര് സിനിമ എടുക്കാൻ വന്നു. ഓരോ പ്രൊഡ്യൂസർമാരെയൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ പോയിട്ട് ഈ സിനിമ കൊണ്ട് ഇത് ഇപ്പം തന്നെ OTT വിറ്റാൽ തന്നെ കാശാവും, ടേബിൾ പ്രോഫിറ്റ് വരുന്നു എന്നൊക്കെ പറയുന്ന, വേറെ തിയേറ്ററിലോടി കിട്ടിയ അത് ലാഭമാണെന്നൊക്കെ പറയുന്നൊരു കാഴ്ചപ്പാടുണ്ടായിട്ട് അങ്ങനെ സിനിമ എടുക്കാൻ വേണ്ടി കുറേ പ്രൊഡ്യൂസർമാരും വന്നു. അങ്ങനെ കുറേ പ്രൊഡ്യൂസർമാരെ ഇത്തരം സിനിമ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഭാഗത്തുണ്ടായി. അതിൽ പല സിനിമകളും OTTക്ക് ആദ്യ കാലത്ത് കുറേ പേരെടുത്ത് കുറേ സിനിമകളൊക്കെ OTTയിലൊക്കെ വന്ന് പോയി. പിന്നെ OTTയുടെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വർക്കാകത്തില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ബിസിനസ് ഇല്ലാതായി തീർന്നു. ഇപ്പം അന്ന് കാശും മുടക്കി എടുത്ത ഒരുപാട് സിനിമകൾ OTTക്കാർക്ക് എടുക്കാതെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന ഒരുപാടെണ്ണമുണ്ട്. അത്തരം ഒരു ട്രെൻഡാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അത് ഞാനൊരു പ്രഡിക്ഷൻ എന്ന നിലയിൽ പറയാം. ഇത് ദേവദൂതൻ്റെ സക്സസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അവരാരെയും കുറച്ച് കാണുകയല്ല, പക്ഷേ അത് ഡിമാൻഡ് ചെയ്യുന്നൊരു ക്വാളിറ്റിയിൽ അത് വന്നില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും. എല്ലാ സിനിമകൾക്കും ഈ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അത് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് അതിന് പ്രോപ്പറായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടാകത്തില്ല. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല പ്രിൻ്റ് പോലും പലപ്പോഴും അവൈലബിൾ അല്ല. നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളൊരു നെഗറ്റീവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി പ്രിൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളത് DTSലാണ് ചെയ്തത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ട്രാക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. ബാക്കി ഇപ്പോൾ നമുക്ക് മോണോ ട്രാക്കിൽ ചെയ്ത സിനിമകൾ, എൻ്റെ സിനിമകൾ തന്നെ ചെയ്യാൻ വേണ്ടി പലരും എൻ്റെ അടുത്ത്
റിക്വസ്റ്റായിട്ടൊക്കെ വരാറുണ്ട്. നമുക്ക് കിരീടം ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, ചെയ്യാമെന്നൊക്കെ. എല്ലാം. ഇപ്പോൾ ആർക്ക് ഇപ്പോൾ വഴിയെ നടക്കുന്നവരല്ല. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നവരെ എത്ര പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നു, ഞാൻ ആ സിനിമ ചെയ്യുന്നവരുടെ ഇതെങ്ങനെ ചെയ്തു നിങ്ങളെന്ന് പറയും. അപ്പം ഞാൻ അവരോടെല്ലാം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് പിന്നെ വലിയ പണിയാണ്. ഇത് ഞങ്ങൾക്ക് എളുപ്പപ്പണിയായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് എളുപ്പപ്പണിയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരു ബെഞ്ച് മാർക്കാണ്. ഇനി വരുന്നവർ ആ ക്വാളിറ്റി പ്രതീക്ഷിച്ചുകൊണ്ട് തിയേറ്ററിൽ വന്നാൽ ആ ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര സെറ്റ് ബാക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏത് പഴയ പടവും എടുത്തിട്ട് നമുക്കങ്ങ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് എത്തുകയാണ്. എൻ നമ്പർ ഓഫ് സിനിമകൾ ആൾക്കാർ പൊടിതട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിന് ഈ പറയുന്ന പോലത്തെ അതിൻ്റെ റോ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ, അതിൻ്റെ മ്യൂസിക്കും സൗണ്ടും ഇല്ലെങ്കിൽ, അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ, അതെല്ലാം തീർച്ചയായിട്ടും അത് തിരിച്ചടി ഉണ്ടാകും. പക്ഷേ മണിച്ചിത്രത്താഴ് ഇപ്പം വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയോട് എന്താണ് സാറിന്? മണിച്ചിത്രത്താഴ് പിന്നെ തീർച്ചയായിട്ടും ഒരു കാലത്തിൽ ആൾക്കാർ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കണ്ട സിനിമയാണ്. ഒരു കൾട്ട് ക്ലാസിക് തന്നെയാണത്. അതും തിയേറ്ററിലേക്ക് വരുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ സക്സസ് ആവും. അപ്പോൾ തിയേറ്ററിലെത്തുമ്പോഴാണല്ലോ ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു കൃത്യമായൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുക. അപ്പോൾ ആ രീതിയിലാണ് വിലയിരുത്തുക. ഇതെല്ലാം ഇത് ഓഡിയൻസിൻ്റെ ഇടയിൽ വലിയൊരു പ്രതീക്ഷ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ദേവദൂതൻ്റെ ആ ഒരു പിക്ചർ ആൻഡ് സൗണ്ട് ക്വാളിറ്റി, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ കഥകളൊക്കെ, ഈ സിനിമകളൊക്കെ ഒരു നിരവധി തവണ യൂട്യൂബിലും മറ്റ് ടെലിവിഷനിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പണ്ട് തിയേറ്ററിൽ മണിച്ചിത്രത്താഴൊക്കെ 365 ദിവസം ഓടിയ സിനിമയാണ്. അത് കാണാത്തവരാരും ഇല്ല മലയാളത്തിൽ. അവർക്കത് വീണ്ടും കാണാനായിട്ട് അവർ ആഗ്രഹിച്ച് വരുന്നത് അതിൻ്റെ ഇത്തരത്തിലുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. ആ എക്സ്പീരിയൻസ് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ സക്സസ് ആവും. മറ്റെല്ലാ സിനിമകളുടെ കാര്യത്തിൽ അത് തന്നെയാണ്. ദേവദൂതൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തിയേറ്ററിൽ ആരും കണ്ടിട്ടില്ല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അന്നും ആർക്കും കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർ കണ്ട് ആദ്യത്തെ 3-4 ദിവസം കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ സിനിമയാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ ഒരു വൈഡ് ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല മുമ്പും. തിയേറ്ററിൽ കണ്ടവരില്ല. പിന്നെ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടവരേ ഉള്ളൂ. അതും ഒറ്റ സ്ട്രെച്ചിൽ കണ്ടവരൊന്നുമില്ലായിരിക്കും. അതിൻ്റെ ബിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും പലരും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി അതിലേക്ക് തിയേറ്ററിലേക്ക് ആൾ കൂടുതൽ വരാൻ അതും ഒരു കാരണമുണ്ട്. വലിയൊരു വൈഡ് വാച്ചിങ് അങ്ങനെ ഉണ്ടാകാത്തതുകൊണ്ട്. മറ്റ് തിയേറ്ററിൽ സക്സസ് ആയ സിനിമകൾ വീണ്ടും വരുമ്പോൾ അവർ എന്തുമാത്രം അത് തിയേറ്ററിലേക്ക് വരാൻ അവരത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. തിയേറ്ററിലെ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കിട്ടുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ സെറ്റ് ബാക്സ് ഉണ്ടാവും. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇനി സാറിൻ്റെ പുതിയ വർക്കുകൾ ഏതൊക്കെയാണ്? പുതിയ ഏതെങ്കിലും സിനിമയിലേക്ക് ഇനി പോവുകയാണോ? അങ്ങനെയുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ പ്രോജക്റ്റാണ്. അതൊരു വെബ് സീരീസാണ്. അതൊരു പീരിയഡാണ്. അപ്പം അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കാണ്. ഷൂട്ടൊക്കെ ഈ വർഷം അവസാനത്തോടെ തുടങ്ങാൻ പറ്റുള്ളൂ. അത്രയും പ്രീ പ്രൊഡക്ഷൻ പ്രിപ്പറേഷൻസ് വേണ്ടതാണ്. മലയാളത്തിലേക്ക്, OTT പ്ലാറ്റ്ഫോമിലേക്ക്? മലയാളത്തിലേക്ക്. ഓക്കെ സാർ, അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.